Hello everyone. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ C പ്രോഗ്രാമിൽ ഫയൽസ് എന്താണെന്ന് നോക്കാം. ലൈക്ക് ഹൗ വി ആർ യൂസിങ് ഫയൽസ്, ഫയൽ മാനിപ്പുലേഷൻ എന്നൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, സോ ഫയൽസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. നമുക്കറിയാം സം ഡേറ്റ റിട്ടേൺ ടു ഒരു ടെക്സ്റ്റ് ഫയൽ ആയാലും ബൈനറി ഫയൽ ആയാലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തു എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ടെക്സ്റ്റ് ഫയൽ. ഇല്ലേ അത് ബൈനറി ഫോർമാറ്റിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ബൈനറി ഫയൽ. സോ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്, വെദർ ഇറ്റ് ഇസ് ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് ബൈനറി ഫയൽ ആണെങ്കിൽ കൂടി സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ഒന്നിച്ചുള്ളതിനെ നമ്മൾ ഫയൽസ് എന്ന് പറയും. സോ നമ്മൾ ഫയൽസ് എന്തിനാ C പ്രോഗ്രാമിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡേറ്റ നമുക്ക് സപ്പോസ് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫയലിനെ സപ്പോസ് ആ ഡേറ്റ ആണെങ്കിൽ നമ്മളൊരു ഫയലിൽ വന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് ആ ഫയലിനെ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ നമ്മുടെ സിസ്റ്റമിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനാണ് മെയിനായിട്ട് നമ്മൾ ഫയൽസ് യൂസ് ചെയ്യുക. സോ ഫയൽസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, ഓപ്പണിംഗ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ, റീഡിംഗ് ഫ്രം എ ഫയൽ, റൈറ്റിംഗ് ടു എ ഫയൽ, ഡെലീറ്റിംഗ് എ ഫയൽ, ഇങ്ങനെ കുറേ ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട്. സോ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ്, അപ്ഡേറ്റ്, റീഡ്, ഡെലീറ്റ് ഈ 4 ഓപ്പറേഷൻസ് മെയിനായിട്ട് പെർഫോം ചെയ്യും. അതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ഓപ്പണിംഗ്, റീഡിംഗ് അങ്ങനെയുള്ളതൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫയൽ ഫങ്ഷൻസ്. ഇതല്ലാതെയും കുറച്ചുണ്ട്, ബട്ട് ഇതായിരിക്കും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത്. എഫ് ഓപ്പൺ എന്ന് വെച്ചാൽ ഒരു പുതിയ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. പ്രിന്റ് എഫ് എന്ന് വെച്ചാൽ ഫയലിലോട്ട് നമ്മൾ എഴുതും, ലൈക്ക് എഫ് പ്രിന്റ് എഫ്. ഓക്കെ, എഫ് ഓപ്പൺ, എഫ് പ്രിന്റ് എഫ്. നമ്മുടെ C പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിന്റ് എഫ് വന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനാണ്. ബട്ട് ഇവിടെ എഫ് പ്രിന്റ് എഫ് എന്ന് വെച്ചാൽ ആ ഫയലിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. എഫ് സ്കാൻ എഫ് എന്ന് വെച്ചാൽ റീഡ് ഡേറ്റ ഫ്രം ദി ഫയൽ. എഫ് പുട്ട് സി എന്ന് വെച്ചാൽ ക്യാരക്ടറിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. എഫ് ഗെറ്റ് സി എന്ന് വെച്ചാൽ ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ പറ്റും ഫയലിൽ നിന്ന്. എഫ് ക്ലോസ് പറഞ്ഞാൽ ഫയൽ ഓപ്പൺ ചെയ്തതാണെങ്കിൽ അത് ക്ലോസ് ആകും. എഫ് സിക്ക് പറഞ്ഞാൽ ഒരു സപ്പോസ് ഒരു ഫയൽ, ആക്ച്വലി ഇതിനൊക്കെ നമ്മൾ ഫയൽ പോയിന്റർ യൂസ് ചെയ്യും. ആ ഫയൽ പോയിന്ററിനെ ഒരു പൊസിഷനിലോട്ട്, ഇപ്പോൾ 4 ഫയൽസ് ഉണ്ടെങ്കിൽ 4ാമത്തെ ഫയലിൽ ആ പൊസിഷനിൽ നമ്മൾ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആ പോയിന്റർ അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ എഫ് സീക്ക് എന്ന് വെച്ചാൽ ഫയൽ പോയിന്ററിനെ നമുക്കൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് സീക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ എഫ് ഓപ്പൺ വന്നിട്ട് 2 പാരാമീറ്റേഴ്സ് വാങ്ങും. ഒന്ന് വന്നിട്ട് ഫയൽ നെയിം, പിന്നെ മോഡ് ഇൻ വിച്ച് ദ ഫയൽ ഈസ് ഓപ്പൺ. സോ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ് ഉണ്ട്. അതായത് റീഡ് മോഡ്, റൈറ്റ് മോഡ്. റീഡ് എന്ന് വെച്ചാൽ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. റൈറ്റ് എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പ് ആൻഡ് മോഡ് എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഓൾറെഡി ഉള്ള ഒരു ഫയൽ നമ്മൾ റൈറ്റ് ചെയ്യണ പോലെ തന്നെ, പക്ഷെ നമ്മൾ കേഴ്സർ എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഡേറ്റ അപ്പൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ആഡിങ് ടു ദി എൻഡ് ഓഫ്, നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലോട്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൻഡ് മോഡ് യൂസ് ചെയ്യാം. R+ എന്ന് വെച്ചാൽ റീഡ് ആൻഡ് റൈറ്റ് മോഡ്. W+ എന്ന് വെച്ചാൽ റീഡ് ആൻഡ് റൈറ്റ് മോഡ് അഗൈൻ. A+ എന്ന് വെച്ചാൽ റീഡ് ആൻഡ് റൈറ്റ് മോഡ് അഗൈൻ. സോ അതും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ക്ലോസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ F ക്ലോസ് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ഫയൽ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഒരു സ്ട്രിങ്ങിൽ വന്നിട്ട് ഒരു എന്തെങ്കിലും ഡേറ്റ കൊടുക്കാം, സ്ട്രിങ് ഫയൽ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ FPTRൽ വന്നിട്ട്, അതായത് പോയിന്ററിൽ വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു abc.c. ഞാൻ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. .c എക്സ്റ്റൻഷനിൽ ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഫയൽ ക്രിയേറ്റ് ആയിട്ടില്ല. സോ ആ ഫയലിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് FPTRൽ ഇടുന്നുണ്ട്. സോ എന്നിട്ട് റൈറ്റിംഗ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ബേസ് കണ്ടീഷൻ ആണ്. ഫയൽ പോയിന്റർ ഈക്വൽ ടു നൾ ആണെങ്കിൽ abc.c ഫയൽ ഫെയിൽ ടു ഓപ്പൺ. നമുക്കത് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഫയൽ ഓപ്പൺ ആയെന്ന് പ്രിന്റ് ചെയ്തിട്ട് ഈ സ്ട്രിങ് അറ്റ്ലീസ്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ആ കണ്ടീഷൻ നമ്മളിവിടെ യൂസ് ചെയ്യും. സോ സ്ട്രിങ് എക്സിസ്റ്റ് ദാറ്റ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആ എഫ് പുട്ടേഴ്സ് പറഞ്ഞാൽ എഫ് പ്രിന്റ് എഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് പുട്ടേഴ്സ് യൂസ് ചെയ്യാം. എഫ് പുട്ടേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ആ സ്ട്രിങ് നെയിമും പോയിന്ററിലാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും കൊടുത്താൽ നമുക്ക് അവിടെ സ്റ്റോർ ആകും ആ സ്ട്രിങ്. പിന്നെ നമുക്ക് സ്ലാഷ് എന്ന് വെച്ചാൽ ന്യൂ ലൈൻ, ഒന്നുകിൽ ഇവിടെ സ്ലാഷും കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്തു, എന്നിട്ട് F ക്ലോസ് ഓഫ് FPTR എന്ന് കൊടുത്താൽ ഫയൽ ക്ലോസ് ആകും. ഇപ്പോൾ ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. സോ ഇതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. FPTR, ഇവിടെ ഫയൽ പോയിന്റ് കൊടുക്കുന്നത് FPTR ആണ് ഞാൻ കൊടുത്ത നെയിം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ ഫയൽ ഇസ് നൗ ഓപ്പൺഡ്, ഡേറ്റ ഇസ് റിട്ടേൺ ഇൻ ഫയൽ, ദ ഫയൽ ഇസ് നൗ ക്ലോസ്ഡ്. സോ ഇപ്പോൾ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ റീലോഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ I like C പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഫയൽ അവിടെ ഡേറ്റ അവിടെ റൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് റീഡ് ചെയ്യണമെന്ന് വെച്ചാൽ
ഇത് വേണ്ട, നമുക്കിത് എടുത്തിട്ട് റീഡിങ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ, സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ബേസ് കണ്ടീഷൻ കൊടുക്കും. അത് ട്രൂ അല്ലെങ്കിൽ നമ്മളിവിടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് വൈൽ എഫ് ഗെറ്റേഴ്സ് ഓഫ് S,50, FPTR, അതായത് FPTR എന്ന് പറഞ്ഞാൽ abc.cയിലുള്ള കണ്ടന്റ് അതിനെ നമ്മൾ എസ്സിൽ എഫ് ഗെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, എഫ് ഗെറ്റേഴ്സ് മീൻസ് റീഡിങ് ദറ്റ് ഫയൽ, അതിനെ എസ്സിലോട്ട് റീഡ് ചെയ്തിട്ട് എസ്സിൽ സ്റ്റോർ ചെയ്യും. അത് നൾ അല്ലെങ്കിൽ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യും, നല്ലാണെങ്കിൽ ഒന്നും പ്രിൻറ്റ് ചെയ്യില്ല. സോ ദാറ്റ് കണ്ടന്റ് എക്സിസ്റ്റ് ദെയർ, അതുകൊണ്ട് നമ്മളവിടെ %s, s കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യണം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. See, the file is now opened. I like C programming, അതായത് read ചെയ്തു, എന്നിട്ട് data read from file, the file is now closed. Okay, so this is all about files and C programming. Thank you.